ചേട്ടാ വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. ഇന്നത്തെ കണി കൊള്ളാലോ. മുരളി ഞാൻ എടുക്കാം, നിങ്ങളവിടെ ഇരിക്കി. മേഡം വെയിലത്തുനിന്ന് കഷ്ടപ്പെടണ്ട, നമുക്ക് ഉള്ളിലോട്ട് വണ്ടി എടുക്കാം. മേഡം വീട് എവിടെയാ? മേഡം മേരീഡാണോ? അല്ല. എന്താ പഠിക്കുവാണോ? അല്ല, പഠിപ്പിക്കുക. മുരളി അറിയണ്ട, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി. മേഡം ബില്ലിതേ. ചേട്ടാ ഈ പൈസ ഇയാളെ പറ്റില്ലായിരിക്കും കേട്ടോ. അപ്പൊ ശരി, കാണാം. ഈശ്വരാ, ഇന്നത്തെ കണി എൻ്റെ കണിയായി പോയല്ല. ഈ കുരിശെന്തിനാ ഇപ്പം കയറി വന്നിന് ഇങ്ങോട്ട്? അല്ല, നിങ്ങൾ എന്തിനാ വന്നിനെ? എന്താ പരിപാടി ഇവിടെ? ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ട് വന്നേ. മൊലാളി എന്താ? ആ പെണ്ണ് വന്നിട്ടുണ്ടപ്പാ. ഏത് പെണ്ണ്? അപ്പൊ അന്ന് എന്റെ 1000 രൂപ കഴിച്ചിലാക്കിയ ഒരു പെണ്ണില്ലേ, ആ ഒരു പണ്ടാരക്കാലത്ത് ഓള് വന്നിട്ടുണ്ട് ഇന്റർവ്യൂവിന് വേണ്ടിട്ട്. ആ, നീ ഒരു കാര്യം ചെയ്യ്, ഓളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ. നമുക്കിട്ടൊരു പണി തന്നതല്ലേ, ഓക്ക് 8ന്റെ പണി നമുക്ക് കൊടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ. നീ ചെല്ലി, ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ. മുരളി ഓളെ വിളിക്കട്ടെ. വിളി ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് ഓളെ സൂക്കേട് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് പണി തന്നല്ലേ. വിളി. യെസ്, കമ്മിങ്. സിറ്റ് ഡൗൺ. ഗിവ് മീ യുവർ CV. ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണ്. കുട്ടിക്ക് അഭിനയിക്കാൻ അറിയോ? ചെറുപ്പത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത് അഭിനയിക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ ഷോപ്പിന്റെ ഒരു പരസ്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനും കൂടി പറ്റിയ ഒരാളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്നുള്ള കാര്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഞാനൊരു സിറ്റുവേഷൻ തരാം, ആ സിറ്റുവേഷനിൽ വെച്ചിട്ട് കുട്ടി അതിനെ അഭിനയിച്ച് കാണിക്കണം. ഓക്കെ ഓക്കെ, ഗുഡ്. അതായത് ഒരു പ്രപ്പോസൽ സീനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു കല്യാണാലോചനയുമായിട്ട് ഒരു കൂട്ടർ വന്നു. ഈ കല്യാണത്തിന് കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ചെക്കനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഈ ഇഷ്ടക്കേട് എങ്ങനെ ആ ചെക്കനോട് പറഞ്ഞു മനസ്സിലാക്കി. അതൊന്ന് അഭിനയിച്ച് കാണിച്ചാട്ടെ. നല്ല എക്സ്പ്രഷൻ വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അഭിനയിക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണ് ആവശ്യം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇയാള് ഓൻ അവിടെ നിന്നോട്ടെ, ഓൻ നമ്മൾ അസിസ്റ്റന്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. കുട്ടി ചെയ്തു. ചേട്ടൻ ഈ കല്യാണത്തിന് പിന്മാറണം. എനിക്ക് ഈ കല്യാണത്തിനോട് തീരെ താല്പര്യമില്ല. എനിക്ക് വേറൊരാൾ ഇഷ്ടം. അതുകൊണ്ട് ചേട്ടൻ തന്നെ വീട്ടിൽ എന്നെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയണം. പോരാ കുട്ടി, ആ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും മുഖത്ത് വരുന്നില്ല. ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ജോലി കിട്ടില്ല കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു ടാസ്ക് തരാം, അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കുട്ടി ഒരു നടന്നു വരുന്ന സമയത്ത് കാക്ക കുട്ടിയുടെ തലയിലേക്ക് തോന്നും. അപ്പൊ എങ്ങനെയുണ്ടാവും എക്സ്പ്രഷൻ? ഒന്ന് അഭിനയിച്ച് കാണിച്ച്. സാർ ഇങ്ങനെ തന്നെ വേണം ചെയ്തോ. നോക്കാം. അഭിനയം എത്ര പോരാട്ടാ, കുറച്ചും കൂടി നമുക്ക് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വേണം. ഞാനൊരു ടാസ്ക് കൂടി തരാം. കുട്ടിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇത് ലാസ്റ്റ് ആണ്, ഇത് നന്നായി പെർഫോം ചെയ്യണം. ഓക്കെ, കുട്ടിക്ക് ബസ് കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാന്യനെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തി കുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പുറകിലൂടെ വന്ന്, നമുക്കറിയാലോ, ഒരു ലേഡി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു പൂവാലൻ എന്ന രീതിയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരാൾ കുട്ടിയെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയോട്, ആ ശല്യപ്പെടുത്തുന്ന ആളോട് കുട്ടിയുടെ റിയാക്ഷൻ എന്തായി?
അതൊന്ന് അഭിനയിച്ചാൽ നല്ല രീതിയിൽ കാണിക്കണം. ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, തുടങ്ങിക്കോ. സാറേ ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കട്ടെ? യെസ് ഓഫ് കോഴ്സ്, റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചോളൂ. അതാണ് നമുക്ക് വേണ്ടത്. എടാ, താൻ കുറെ നേരം ആയല്ലോ ഗുണഗുണാന്ന് പറയുന്നത്. തനിക്കെന്താ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നുമില്ലേ? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറും. മേലാൽ ഇമ്മാതിരി പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സാറേ എന്തെന്നെ അഭിനയം? അഭിനയം ഉഷാറല്ലേ. ഇത്രയും നാച്ചുറാലിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിളിക്കാം, കുട്ടി പോയിക്കോ. ആ അപ്പൊ ശരിയാ. മോലാളി വല്ലതും പറ്റിയാ? ഇനി എന്ത് പറ്റാനാ ഇതിൽ കൂടുതൽ? ഇനി ആരും കൊണ്ടാ പുറത്ത്? കുറെ ആളുണ്ട്, ഞാൻ വിളിക്കട്ടെ എന്നാലേ. ബാ വിളി, ഓരോരുത്തരായിട്ട് വിളിക്ക്. ഇനി അതിന്റെ മാത്രം കുറവെന്തിനാ? യെസ് കമ്മിങ്.